Hello guys, welcome back to our channel. This is Sajay from the Twins channel. Suraj and Freak Jesus. Haynes Bro. So ഇന്ന് എന്താണെന്ന കുറെ നാൾക്ക് ശേഷം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ടോക്സിക് ടോക്സിക്കിന്റെ ഫസ്റ്റ് ലുക്ക് നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ചെയ്യാൻ പോണത് ടോക്സിക്കിന്റെ ടീസർ. സോ വിത്തൗട്ട് ഫർദർ അഡു പെട്ടെന്ന് ടീസർ കാണാം. ഈ യുദ്ധം ചെറുതല്ല. അവരുടെ കുതന്ത്രങ്ങളുടെ രൂപം മാറി. അത് ശരി. എല്ലാവരെയും ശത്രുക്കളാക്കി ജീവിക്കാനാവില്ല. ഇല്ല ആവില്ല. പേര് പോലെ തന്നെ ടോക്സിക് പ്രതിയാക്ക്. ഒരു 1960s ഒക്കെ വൈബ് അല്ലേ? റെട്രോ വൈബ്. കണ്ടോ നമ്മളെ പീക്കി ബ്ലൈൻഡേഴ്സ് ഒക്കെ പോലെ. It's over. When I say it's over. It's over. ഇടി തുടങ്ങി. കറക്റ്റ് അത് കഴിഞ്ഞപ്പോ ഗീത Until then. Walking star. Manners. കണ്ടു കണ്ട ഓർമ്മയുണ്ടോ നിനക്ക്? അതുപോലെ ഇല്ലേ കുറിയും കൂടി ഇട്ട നമുക്ക് ആ ഫോട്ടോ കൂടെ സൈഡിൽ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ പറയണം കേട്ടോ, ഇതിൽ അക്കൗണ്ടറ്റീവിലെ ബാലയ്യയുടെ ലുക്ക് ഉണ്ടോന്ന്. എനിക്ക് മാത്രമാണോ തോന്നിയെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് പറയണം കേട്ടോ. അല്ലേ അല്ലേ? അല്ല ഈ ബാക്കിൽ ഈ സീൻ നോക്കി. ഇവ ഇങ്ങനെ ഈ സീനാണ് ഞാൻ പറഞ്ഞത്. Manners. കണ്ട അതന്നെ അതല്ല ഇതിപ്പോ അറിയാതെ വീണതാണ്. അല്ല അത് മറ്റേ അങ്ങനെ കാണിക്കുന്നുണ്ട് സ്റ്റഫ് അടിച്ചിട്ട് Manners. എന്നുവെച്ചാ സംഭവം എന്താണെന്ന് അറിയോ? വില്ലനായിരിക്കും. അവൻ തന്നെ ക്ലീൻ ചെയ്ത് കളിച്ചാണ്. ഇപ്പൊ ചൈനയിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ അവൻ തന്നെ I'm home. അല്ലല്ല Daddy. അതൊരു ടൈഗർ ഷ്രോഫാ. അതാരത്? ചൈനീസുകാരനാണെന്ന് തോന്നുന്നു. യാരത്? അപ്പോ എനിക്ക് ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയട്ടോ. എനിക്കിത് കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം ഇതിനകത്ത് പുള്ളി മറ്റേ ഡയലോഗ് ഒക്കെ പറയുന്നെന്ന് വെച്ചാൽ വേണോന്ന് പറഞ്ഞിങ്ങനെ അങ്ങനെ പറയണമല്ലോ എനിക്ക് ഫീൽ ചെയ്യും. നമ്മള് ഇപ്പൊ ബാറ്റ്മാന്റെ ഒക്കെ വോയിസ് അതുപോലെ വരുമ്പോഴത്തേക്ക് അതിനൊരു ജെന്യുവൻ ഇതായിട്ട് എനിക്ക് തോന്നും, നമുക്ക് തോന്നും. പക്ഷെ ഇതില് പുള്ളി ആ ഡയലോഗ് ഡെലിവർ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്തുകൊണ്ട് ഈ KGF-ന്റെ ലുക്കിന്നും ഇതൊന്നും ഒരു മാറ്റം വന്നില്ല എന്നാണ് ഇത് ക്യാരക്ടർ ഡിഫറെന്റ് ആണ്. പക്ഷെ നമുക്ക് ഇപ്പൊ കാണുമ്പോഴേ റോക്കി ബായ് ആകെ പറഞ്ഞപ്പോ മാത്രം കേട്ടു. മറ്റേ ലാലി പറയുമ്പോൾ അല്ല ഇത് നമ്മള് വേണം എന്ന് പറഞ്ഞ് ഈ ഭീകരത ഉണ്ടാക്കൂലേ, വേണം എന്ന് പറഞ്ഞ് ഒരാളെ ഇങ്ങനെ പേടിപ്പിക്കണം എന്ന് നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ പറയുന്നത് പോലെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്തു. അല്ല ഇത് പക്ഷെ മറ്റേ KGF-നെ ബാധിക്കും. അതെ. അപ്പൊ ഇതില് ക്യാരക്ടറിന്റെ പേരെന്താണ്? തങ്കൻ. തങ്കൻ ക്യാരക്ടറിന്റെ പേര് പറയുന്നില്ലല്ലേ? ഇല്ല വില്ലൻ. എനിക്കിത് ഈ വീഡിയോ ചെയ്തേക്കുന്ന ആക്ച്വലി ഒരു വില്ലന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം വില്ലന്റെ ആ സീക്വൻസ് കാണിച്ചേക്കുന്നുണ്ട്. പിന്നെ ആകെ എനിക്ക് ഇതിൽ കണ്ടതിൽ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് KGF റിസംബ്ലൻസ്. KGF-ന്റെ ഒരു ബാക്ക് ഇങ്ങനെ ആ ഒരു റെട്രോ ഫീലും മൂവിയുടെ ഷോർട്സ് ആണെങ്കിലും ആ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ സിനിമാറ്റോഗ്രഫി എല്ലാം KGF-ന്റെ ലൈൻ തന്നെ. പുള്ളിയുടെ സംസാരത്തിൽ പോലും ഇപ്പൊ ഓക്കെ ഡബ് ചെയ്യുന്നതാണെങ്കിൽ പോലും എന്തെങ്കിലും എല്ലാ സിനിമയിലും ഒരുപോലെ ഡബ് ചെയ്യൂ. ഇത് അതേപോലെ ഡബ്. പിന്നെ ആ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഭയങ്കര ഇങ്ങനെ ആ റൂഡായിട്ടുള്ള ക്യാരക്ടർ കാണിക്കുന്ന പോലെ
ഫീൽ ചെയ്യുക. നാച്ചുറൽ ആയിട്ട് വരേണ്ടതാണ്. പിന്നെ വയലൻസ് തെലുങ്കാന ബാറ്റ്മാൻ. എല്ലാം എക്സ്ട്രീം. നറേഷൻ പ്രകാശ് രാജ് കൂടെ പറഞ്ഞിരുന്നെങ്കിൽ തീർന്നു തന്നെ. എനിക്കൊരു സംശയം, അവനാണ് വില്ലൻ, ഇവൻ നായകനാണോ എന്ന് ഡൗട്ട്. വില്ലൻ മോഡാണോ അത്? കണ്ടിട്ട് മൊത്തം അവനാണ് വൃത്തിയായിട്ടത്. അല്ല, ഇതിനകത്ത് ഒരു കുറച്ച് മെച്ചമുണ്ട്. അതൊക്കെ എന്തോ എനിവേസ് എനിക്ക് കണ്ടിട്ട് ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. എനിക്കിത് എല്ലാം ഭയങ്കര റിസംബിൾ ചെയ്ത് ഒരു KGF തന്നെ ഇങ്ങനെ സീക്വൽ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. നമ്മൾ ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഈ ഒരു ഇങ്ങനെ മൂവീസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും മറ്റുള്ള മൂവീസിന്റെ ഒരു ഇത് വരാൻ പാടില്ല. പ്രത്യേകിച്ച് യാഷ് അറിയപ്പെടുന്ന ഈ KGF ഒരു ഇതിലാണ് പുള്ളി കത്തി നിൽക്കുന്നത്. അപ്പം അതേ ഫോർമാറ്റിൽ തന്നെ ഇത് ഇപ്പൊ ഡയറക്ടർ എന്ന് പറയുന്നതാണ് ഈ ഗീതു മോഹൻദാസ്. അപ്പൊ പുള്ളിക്കാരി KGF ഫാൻ ആയിരിക്കും. ഇത് ഇവിടെ വെക്കണം. സിനിമയിൽ അശ്ലീലം ഇടാൻ താല്പര്യമില്ലാത്ത ഗീതു മോഹൻദാസ് അറിയാതിരിക്കാൻ വയ്യ കേട്ടോ. അല്ലേ? എന്ന് വെച്ചാൽ എന്താണ് ഈ ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ അറ്റ് ഇറ്റ്സ് ഫൈനസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മള് പുറത്ത് എന്ത് പറയുന്നു, എന്താണ് സ്ത്രീകള് മറ്റേ അതല്ല ഇതല്ല എന്നെല്ലാം പറഞ്ഞിട്ട് സ്വന്തം മൂവി വരുമ്പോഴത്തേക്ക് അത് കൊമേഴ്ഷ്യൽ സ്കെയിലിൽ തന്നെ കൊണ്ടുപോകണം. അതിലെല്ലാം വേണം. ഇത് എവിടെയൊക്കെ കുത്തി കയറ്റാൻ പറ്റും എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇതിൽ കുറച്ച് ഡീസന്റ് ആയിട്ട്. ഇതിൽ പെണ്ണേ ഇല്ലല്ലോ, ഇതിൽ പെണ്ണിനെ കാണിച്ചിട്ടില്ല. ഗീതു മോഹൻദാസ് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് കൂടെ വേണം. അത് കാണും, അത് കാണാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റേ ലാസ്റ്റ് വേണ്ട. കൂടുതൽ വേറെ എനിക്ക് യാതൊരു സംശയമില്ല, ഇതൊരു അട്ടർ ഫ്ലോപ്പാവും. എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. എനിക്കും ഇതിലിപ്പം ഈ സീൻ കണ്ടായിരുന്നു. ഇതിൽ ആ ഡ്രഗ് സ്നോർട്ട് ചെയ്തിട്ട് പുള്ളി വരുന്നത് എനിക്ക് സത്യം പറയില്ല. ആ സീൻ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അത് ഓവർ ആക്ടിങ് ആയിട്ട് തോന്നിയില്ലേ നിങ്ങളൊന്ന് പറ. എനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നി ഇതൊക്കെ. അത് ഈ സ്നോർട്ട് ചെയ്തിട്ട് വന്നിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരാവുന്നത്. അങ്ങനെയൊന്നും അല്ല. അതൊക്കെ ഭയങ്കരമായിട്ട് ഇത് എക്സാജറേറ്റ് ചെയ്ത് ചെയ്തേക്കുന്ന പോലെ ഒരു ഫിലിം. എനിക്കറിയില്ല, നമ്മൾ ആ കാര്യത്തിലേക്ക് ശുദ്ധരാണ്. നമ്മള് ബാക്കിയുള്ള സിനിമ കണ്ടതിന്റെ രീതിയിൽ പറഞ്ഞാണ്. അപ്പോ വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. സോ കുറെ നാൾക്ക് ശേഷമാണല്ലേ നമ്മൾ മൂന്നുപേരും കൂടെ. കുറെ നാൾക്ക് ശേഷം വീണ്ടും വിൽ ബി ബാക്ക് അഗൈൻ വിത്ത് അനദർ റിവ്യൂസ്, മൂവി റിവ്യൂ, ബാക്കി കാര്യങ്ങൾ, ബാക്കി പരിപാടികളായിട്ട് വീണ്ടും വരാം. സോ ഇനി നമുക്ക് മൂവി കണ്ടിട്ട് കാണാം. ഫ്രീക്ക് ജീസസ്, സുരാജ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് അടുത്ത ഇനി മൂവി കണ്ടിട്ട് അതിന്റെ റിവ്യൂ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.